ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമായ കേരളം അതിശയിപ്പിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങൾ, വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ, ഊർജ്ജസ്വലമായ സംസ്കാരം എന്നിവയാൽ പലപ്പോഴും പ്രശംസിക്കപ്പെടുന്നു. സമൃദ്ധമായ കായലുകൾ, മനോഹരമായ കടൽ തീരങ്ങൾ, സമ്പന്നമായ കാർഷിക പൈതൃകം എന്നിവയ്ക്ക് പേരുകേട്ട ഈ സംസ്ഥാനം ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. എന്നിരുന്നാലും സമാധാനപരമായ പ്രതിച്ഛായ ഉണ്ടായിരുന്നിട്ടും വൻ ഭൂകമ്പത്തിന്റെ ഭീഷണി ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് കേരളം മുക്തമല്ല. പ്രധാന ഫോൾട്ട് ലൈനുകളിലല്ല സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നതെങ്കിലും സജീവമായ ഭൂകമ്പ മേഖലകളുമായുള്ള സാമീപ്യവും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും ചേർന്ന് ഭൂകമ്പ സംഭവങ്ങളുടെ പ്രത്യാഘാതങ്ങൾക്ക് ഇരയാകുന്നു. കേരളത്തിൽ ഒരു വലിയ ഭൂകമ്പത്തിനുള്ള സാധ്യത സംസ്ഥാനത്തിന്റെ തയ്യാറെടുപ്പിനെക്കുറിച്ചും അത്തരമൊരു ദുരന്തത്തെ കൈകാര്യം ചെയ്യാനുള്ള കഴിവിനെക്കുറിച്ചും പ്രധാന ആശങ്കകൾ ഉയർത്തുന്നു. കേരളത്തിലെ വൻ ഭൂകമ്പത്തിന്റെ പ്രത്യാഘാതങ്ങൾ, ആവശ്യമായ പ്രതികരണ നടപടികൾ, അത്തരമൊരു സംഭവവുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് സ്വീകരിക്കാവുന്ന നടപടികൾ എന്നിവ ഈ വീഡിയോ പരിവേഷണം ചെയ്യുന്നു. കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഭൂകമ്പം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് വിധേയമാകുന്നു. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സംസ്ഥാനത്തിന്റെ അതിർത്തികൾ പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് പശ്ചിമഘട്ട പർവ്വതനിരകളുമാണ്. ലോകത്തിലെ ഏറ്റവും സജീവമായ സീസ്മിക് ഫോൾട്ട് ലൈനുകളിലല്ല കേരളം സ്ഥിതി ചെയ്യുന്നതെങ്കിലും ടെക്ടോണിക്കായി സജീവമായ പ്രദേശങ്ങളുടെ സാമീപ്യം അർത്ഥമാക്കുന്നത് സംസ്ഥാനം ഭൂകമ്പ പ്രവർത്തനങ്ങളുടെ അപകടത്തിലാണ് എന്നാണ്. വടക്ക് യൂറേഷ്യൻ പ്ലേറ്റുമായി ഇടപഴകുന്ന ഇൻഡോ ഓസ്ട്രേലിയൻ ടെക്ടോണിക് പ്ലേറ്റിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭൂകമ്പ സംഭവങ്ങൾ സംഭവിക്കുന്നത് ഹിമാലയൻ മേഖലയിലും മറ്റു വടക്കൻ പ്രദേശങ്ങളിലുമാണെങ്കിലും ഇന്ത്യൻ മഹാസമുദ്രത്തിനടുത്തുള്ള കേരളത്തിന്റെ സ്ഥാനവും ഭൂകമ്പങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു, പ്രത്യേകിച്ച് കടൽ തീരത്ത് നിന്ന് ഉത്ഭവിക്കുന്നവ. 2004 ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഭൂകമ്പവും തുടർന്നുണ്ടായ സുനാമിയും കേരളത്തിന്റെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെ സമീപ പ്രദേശങ്ങളിൽ വ്യാപകമായ നാശം വിതച്ചത് സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഭൂകമ്പ സാധ്യതകളെക്കുറിച്ചുള്ള വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണ്. ഭൂകമ്പങ്ങളോടുള്ള കേരളത്തിന്റെ ദുർബലത മനസ്സിലാക്കാൻ ഈ പ്രദേശത്തിന്റെ ഭൂകമ്പ ചരിത്രവും ഭൂകമ്പ സാധ്യതയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. സമീപകാല ചരിത്രത്തിൽ കേരളം ഒരു വലിയ ഭൂകമ്പം അനുഭവിച്ചിട്ടില്ലെങ്കിലും അയൽ പ്രദേശങ്ങളിൽ നിരവധി സുപ്രധാന ഭൂകമ്പ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവയിൽ ഏറ്റവും ശ്രദ്ധേയമായത് 2004 സുമാത്ര തീരത്തുണ്ടായ ഭൂകമ്പമാണ്. ഇത് കേരള തീരത്തെ ബാധിച്ച വൻ സുനാമിക്ക് കാരണമായി. ഈ സംഭവം വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തി, ജീവൻ നഷ്ടപ്പെടുകയും അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. ഇത് ഭാവിയിലെ ഭൂകമ്പ ദുരന്തങ്ങളുടെ സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തി. പതിവായി ഭൂകമ്പ പ്രവർത്തനങ്ങൾ അനുഭവിക്കുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഉൾപ്പെടെയുള്ള അടുത്തുള്ള ഭൂകമ്പ മേഖലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭൂകമ്പങ്ങളുടെ പ്രത്യാഘാതങ്ങൾക്കും സംസ്ഥാനം വിധേയമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ കേരളം വലിയ തോതിലുള്ള ഭൂകമ്പം അനുഭവിച്ചിട്ടില്ലെങ്കിലും സജീവമായ ടെക്ടോണിക് സോണുകളുടെ സാമീപ്യം കാരണം ഈ പ്രദേശം അത്തരം സംഭവങ്ങൾക്ക് ഇരയാകുമെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. കേരളത്തിൽ വൻ ഭൂചലനം ഉണ്ടായാൽ അതിൻ്റെ പെട്ടെന്നുള്ള പ്രത്യാഘാതം വിനാശകരമായിരിക്കും. കെട്ടിടങ്ങൾ, റോഡുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ നാശം വ്യാപകമായിരിക്കും. ജനസാന്ദ്രതയും മോശമായി നിർമ്മിച്ച കെട്ടിടങ്ങളുമുള്ള കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് തുടങ്ങിയ നഗരപ്രദേശങ്ങളിൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ പ്രത്യേകിച്ചും ഗുരുതരമായിരിക്കും. കേരളത്തിന്റെ ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണവും മതിയായ ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന നിർമ്മാണത്തിന്റെ അഭാവവും ചേർന്ന് നഗരങ്ങളെ കാര്യമായ ഘടനാപരമായ നാശനഷ്ടങ്ങൾക്ക് ഇരയാക്കുന്നു. പഴയ കെട്ടിടങ്ങളും ഘടനകളും പ്രത്യേകിച്ച് ഒരു വലിയ ഭൂകമ്പ സംഭവത്തിന്റെ സമ്മർദ്ദത്തിൽ തകർന്നു വീഴാൻ സാധ്യതയുണ്ട്. ജനസാന്ദ്രതയുള്ള നഗരപ്രദേശങ്ങളിലെ കെട്ടിടങ്ങളുടെ തകർച്ച വലിയ തോതിൽ നാശനഷ്ടങ്ങൾക്കും വ്യാപകമായ പരിക്കുകൾക്കും കാരണമാകും. ഘടനാപരമായ പരാജയങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് പുറമെ ഭൂകമ്പം കേരളത്തിലെ മലയോര പർവ്വത പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഇടുക്കി, വയനാട്, പാലക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലിനും കാരണമാകും. ഈ പ്രദേശങ്ങളിലെ കുത്തനെയുള്ള ചരിവുകളും അസ്ഥിരമായ മണ്ണിന്റെ അവസ്ഥയും ഭൂകമ്പ സമയത്ത് മണ്ണിടിച്ചിലിന് കാരണമാകുന്നു. ഈ മണ്ണിടിച്ചിലുകൾ വീടുകൾ മണ്ണിനടിയിൽ ആക്കപ്പെടുകയും റോഡുകൾ നശിപ്പിക്കുകയും രക്ഷാപ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇത് അടിയന്തര സേവനങ്ങൾക്ക് ദുരിതബാധിത പ്രദേശങ്ങളിൽ എത്തിച്ചേരുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു. കേരളത്തിൽ ഉണ്ടാകുന്ന വൻ ഭൂകമ്പത്തെ തുടർന്നുള്ള മറ്റൊരു പ്രധാന അപകട സാധ്യത സുനാമി ഭീഷണിയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കടൽ തീരത്ത് ഭൂകമ്പമുണ്ടായാൽ അത് ശക്തമായ സുനാമിക്ക് കാരണമാകുകയും അത് കേരളത്തിന്റെ തീരപ്രദേശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. 2024 ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഭൂകമ്പവും സുനാമിയും അത്തരം സംഭവങ്ങളോടുള്ള സംസ്ഥാനത്തിന്റെ തീരപ്രദേശത്തിന്റെ ദുർബലതയെ എടുത്തു കാണിച്ചു. ആലപ്പുഴ, കൊല്ലം, കണ്ണൂർ തുടങ്ങിയ തീരദേശ പട്ടണങ്ങൾ ഭൂകമ്പത്തിൽ നിന്നും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന സുനാമി തിരമാലകളിൽ നിന്നും വലിയ നാശഭീഷണിയിലായിരിക്കും. സുനാമി തിരമാലകൾ സമുദ്രത്തിനു കുറുകെ ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കുകയും കടുത്ത വെള്ളപ്പൊക്കത്തിന് കാരണമാകുകയും കെട്ടിടങ്ങൾ ഒഴുകിപ്പോകുകയും കൃത്യസമയത്ത് ഒഴിപ്പിക്കാൻ കഴിയാത്ത ആളുകളുടെ ജീവൻ എടുക്കുകയും ചെയ്യും. ഒരു വലിയ ഭൂകമ്പത്തിന്റെ കാര്യത്തിൽ ഘടനാപരമായ തകർച്ച, മണ്ണിടിച്ചിൽ, സുനാമി എന്നിവയുടെ സംയോജിത ഫലങ്ങൾ വിനാശകരമായ ജീവഹാനിക്കും വ്യാപകമായ സ്വത്ത് നാശത്തിനും കാരണമാകും.
കുടുംബാംഗങ്ങളുടെയും വീടുകളുടെയും ഉപജീവന മാർഗങ്ങളുടെയും നഷ്ടം ദുരന്തത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നതിനാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന വൈകാരിക ആഘാതവും വളരെ വലുതായിരിക്കും. കേരളത്തിലെ ഒരു വൻ ഭൂകമ്പത്തിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ പെട്ടെന്നുള്ള നാശത്തിനപ്പുറത്തേക്ക് വ്യാപിക്കും. സാമ്പത്തികമായി സംസ്ഥാനം ഒന്നിലധികം മേഖലകളിൽ കടുത്ത തടസ്സങ്ങൾ നേരിടേണ്ടി വരും. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായങ്ങളിലൊന്നായ കൃഷിയെ സാരമായി ബാധിക്കും. ഫലഭൂയിഷ്ഠമായ മണ്ണിന് പേരുകേട്ട ഈ സംസ്ഥാനം നെല്ല്, തേയില, റബ്ബർ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു വലിയ ഭൂകമ്പവും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ചേർന്ന് കാർഷിക ഭൂമി നശിപ്പിക്കുകയും കർഷകർക്ക് വിളകൾ കൃഷി ചെയ്യുന്നത് ബുദ്ധിമുട്ടാക്കുകയും ചെയ്യും. കൂടാതെ റോഡുകളും റെയിൽവേയും ഉൾപ്പെടെയുള്ള ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് കേരളത്തിനകത്തും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്കും ചരക്കുകളുടെ നീക്കത്തെ തടസ്സപ്പെടുത്തും. വിതരണ ശൃംഖലകൾ തടസ്സപ്പെടുന്നത് ഭക്ഷ്യക്ഷാമം, പണപ്പെരുപ്പം, അവശ്യ വസ്തുക്കളുടെ വർദ്ധിച്ച ചെലവ് എന്നിവയിലേക്ക് നയിച്ചേക്കാം. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്ന വിനോദസഞ്ചാര വ്യവസായവും വൻ ഭൂകമ്പത്തിന്റെ പ്രത്യാഘാതങ്ങളാൽ വളരെയധികം ബാധിക്കപ്പെടും. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും കായലുകൾക്കും സാംസ്കാരിക പൈതൃകത്തിനും കേരളം ലോകമെമ്പാടും അറിയപ്പെടുന്നു. ഒരു വലിയ ഭൂകമ്പം ഉണ്ടായാൽ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കാം. ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ മൂന്നാർ, കോവളം ബീച്ച്, ആലപ്പുഴയിലെ കായലുകൾ എന്നിവയ്ക്ക് വ്യാപകമായ നാശം നേരിടേണ്ടി വന്നേക്കാം. ഇത് സംസ്ഥാനം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കും. ഉപജീവനത്തിനായി ടൂറിസത്തെ ആശ്രയിക്കുന്ന പ്രാദേശിക സമൂഹങ്ങളെ ബാധിക്കുന്ന സാമ്പത്തിക ആഘാതം പ്രത്യേകിച്ചും വിനാശകരമാണ്. സാമൂഹികമായി കേരളം വലിയ മാനുഷിക പ്രതിസന്ധി നേരിടേണ്ടി വരും. ധാരാളം ആളുകൾ പലായനം ചെയ്യുകയും വീടുകൾ നഷ്ടപ്പെട്ടവരെ ഉൾക്കൊള്ളാൻ താൽക്കാലിക അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യും. എന്നാൽ ഈ അഭയകേന്ദ്രങ്ങൾ തിരക്കേറിയതും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതുമായിരിക്കാം. ഇത് മോശം ജീവിത സാഹചര്യങ്ങളിലേക്ക് നയിക്കും. ശുദ്ധജലം, ഭക്ഷണം, ശുചിത്വം എന്നിവയ്ക്കുള്ള ലഭ്യത പരിമിതമായിരിക്കും. ഇത് രോഗം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ആരോഗ്യ സേവനങ്ങൾ കുറയുകയും ആശുപത്രികൾക്കും ക്ലിനിക്കുകൾക്കും പരിക്കേറ്റ ധാരാളം ആളുകളെ നേരിടാൻ കഴിയാതെ വരികയും ചെയ്യും. കുട്ടികൾ, പ്രായമായവർ, ഗർഭിണികൾ എന്നിവരുൾപ്പെടെയുള്ള ദുർബലരായ ഗ്രൂപ്പുകൾക്ക് പ്രത്യേകിച്ചും അപകട സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെയും വീടുകളെയും നഷ്ടപ്പെടുന്നതിന്റെ ആഘാതത്തെ അതിജീവിച്ചവർ അഭിമുഖീകരിക്കുന്നതിനാൽ ജനസംഖ്യയുടെ വൈകാരികവും മാനസികവുമായ ആഘാതവും വളരെ വലുതായിരിക്കും. കേരളത്തിലെ വൻ ഭൂകമ്പത്തിന്റെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളും ഗുരുതരമായിരിക്കും. ഉഷ്ണമേഖലാ വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ, നദികൾ എന്നിവയുൾപ്പെടെ സംസ്ഥാനത്തിന്റെ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥയെ ഭൂകമ്പ പ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന നാശം ബാധിക്കും. മണ്ണിടിച്ചിൽ, മണ്ണൊലിപ്പ്, ജൈവ വൈവിധ്യം നഷ്ടപ്പെടൽ, ജലവിതരണം മലിനമാകൽ എന്നിവയ്ക്ക് കാരണമാകും. കാർഷിക ഭൂമിയുടെ നാശം ജനസംഖ്യയെ പോഷിപ്പിക്കാനും പ്രകൃതി വിഭവങ്ങൾ നിലനിർത്താനുമുള്ള സംസ്ഥാനത്തിന്റെ കഴിവിനെ കൂടുതൽ ദുർബലപ്പെടുത്തും. അത്തരമൊരു ദുരന്തത്തിന്റെ ദീർഘകാല പാരിസ്ഥിതിക പ്രത്യാഘാതത്തിന് വിപുലമായ പുനരുദ്ധാരണ ശ്രമങ്ങളും കേരളത്തിന്റെ ദുർബലമായ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കലും ആവശ്യമാണ്. വൻതോതിലുള്ള ഭൂകമ്പത്തിന്റെ നാശസാധ്യത കണക്കിലെടുത്ത് കേരള സർക്കാർ അടിയന്തരവും ദീർഘകാലവുമായ നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട്. തൊട്ടു പിന്നാലെ രക്ഷപ്പെട്ടവരെ കണ്ടെത്തുന്നതിനും പരിക്കേറ്റവർക്ക് വൈദ്യസഹായം നൽകുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കും. കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പാർപ്പിക്കുന്നതിനായി താൽക്കാലിക അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും അടിയന്തര ഭക്ഷണവും വെള്ളവും വിതരണം ചെയ്യുകയും ചെയ്യും. വൈദ്യുതി, വെള്ളം, ശുചിത്വം തുടങ്ങിയ അവശ്യ സേവനങ്ങൾ ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് പുനഃസ്ഥാപിക്കുന്നതിലും സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വീണ്ടെടുക്കലിന് ആവശ്യമായ വിഭവങ്ങൾ നൽകുന്നതിനും ദേശീയ, അന്തർദേശീയ ഏജൻസികളുടെ സഹായം സർക്കാരിന് ആവശ്യമാണ്. റോഡുകൾ, പാലങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ എന്നിവയുൾപ്പെടെ തകർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നത് ദീർഘകാല വീണ്ടെടുക്കലിൽ ഉൾപ്പെടും. പുനർനിർമ്മാണത്തിനുള്ള ചെലവ് ഗണ്യമായിരിക്കും. ഭൂകമ്പത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ പുനഃസ്ഥാപിക്കാൻ സർക്കാർ ഗണ്യമായ വിഭവങ്ങൾ അനുവദിക്കേണ്ടതുണ്ട്. ദുരന്തബാധിത സമൂഹങ്ങളെ അവരുടെ ഉപജീവന മാർഗം വീണ്ടെടുക്കാനും പുനർനിർമ്മിക്കാനും സഹായിക്കുന്നതിന് സാമ്പത്തിക പിന്തുണയും ആവശ്യമാണ്. ഉദാഹരണത്തിന് ടൂറിസം വ്യവസായത്തിന് അതിന്റെ ആകർഷണം പുനഃസ്ഥാപിക്കുന്നതിനും സന്ദർശകരെ സംസ്ഥാനത്തേക്ക് തിരികെ ആകർഷിക്കുന്നതിനും ലക്ഷ്യമിട്ട ഇടപെടലുകൾ ആവശ്യമാണ്. കാർഷിക വീണ്ടെടുക്കലിൽ കർഷകർക്ക് അവരുടെ കൃഷിയിടങ്ങൾ പുനർനിർമ്മിക്കുന്നതിനും വിളകൾ പുനർനിർമ്മിക്കുന്നതിനും സാമ്പത്തിക സഹായവും വിഭവങ്ങളും നൽകുന്നത് ഉൾപ്പെടും. പ്രതികരണത്തിലും വീണ്ടെടുക്കൽ പ്രക്രിയയിലും സാങ്കേതിക വിദ്യയുടെ പങ്ക് നിർണായകമായിരിക്കും. ഭൂകമ്പ സാധ്യത കണ്ടെത്താനും സുനാമിക്ക് സാധ്യതയുള്ളതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനും കഴിയുന്ന നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ നാശനഷ്ടങ്ങൾ കുറയ്ക്കാനും ദുർബലമായ തീരപ്രദേശങ്ങൾ ഒഴിപ്പിക്കാനും സഹായിക്കും. ആധുനിക സാങ്കേതിക വിദ്യകളായ ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ്, ഡ്രോണുകൾ എന്നിവ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരിതബാധിത പ്രദേശങ്ങൾ മാപ്പ് ചെയ്യുന്നതിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുന്നതിനും സഹായിക്കും. ദീർഘകാലാടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിലും ദുരന്ത പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിലും സാങ്കേതിക വിദ്യയ്ക്ക് പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും. ഭൂകമ്പ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിന് തയ്യാറെടുക്കുന്നതിന്, അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിനും ദുരന്ത പ്രതികരണ ശേഷി മെച്ചപ്പെടുത്തുന്നതിനും
കേരളം സജീവമായ നടപടികൾ സ്വീകരിക്കണം. ഭൂകമ്പത്തെ ചെറുക്കാൻ കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുന്നതിലൂടെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് മുൻഗണന നൽകണം. നഗരാസൂത്രണത്തിൽ ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന രൂപകൽപ്പന തത്വങ്ങൾ അപകടസാധ്യത കുറഞ്ഞ പ്രദേശങ്ങളിൽ പുതിയ നിർമ്മാണം നടക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ സോണിംഗ് നിയന്ത്രണങ്ങൾ നടപ്പാക്കുകയും വേണം. ഭൂകമ്പത്തോട് ഫലപ്രദമായി പ്രതികരിക്കാൻ പൗരന്മാരെ സജ്ജരാക്കുന്നതിന് പൊതുവിദ്യാഭ്യാസവും ബോധവൽക്കരണ പ്രചാരണങ്ങളും അനിവാര്യമാണ്. സ്കൂളുകളിലും ജോലിസ്ഥലങ്ങളിലും കമ്മ്യൂണിറ്റികളിലും പതിവായി ഭൂകമ്പ പരിശീലനവും അടിയന്തര തയ്യാറെടുപ്പ് പരിശീലനവും നടത്തണം. ചുരുക്കത്തിൽ കേരളത്തിൽ ഒരു വലിയ ഭൂകമ്പത്തിനുള്ള സാധ്യത അസംഭവ്യമാണെന്ന് തോന്നുന്നുവെങ്കിലും അത്തരമൊരു സംഭവത്തിന്റെ പ്രത്യാഘാതങ്ങൾ വിനാശകരമായിരിക്കും. അടിയന്തര പ്രത്യാഘാതത്തിൽ വ്യാപകമായ നാശം, ജീവൻ നഷ്ടപ്പെടൽ, സുപ്രധാന സേവനങ്ങൾ തടസ്സപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടും. അതേസമയം ദീർഘകാല പ്രത്യാഘാതങ്ങളിൽ സാമ്പത്തിക, സാമൂഹിക, പാരിസ്ഥിതിക വെല്ലുവിളികൾ ഉൾപ്പെടും. എന്നിരുന്നാലും അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുക, ദുരന്ത നിവാരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ മെച്ചപ്പെടുത്തുക, സാങ്കേതിക ശേഷി വർദ്ധിപ്പിക്കുക തുടങ്ങിയ സജീവമായ നടപടികളിലൂടെ ഭൂകമ്പ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ കുറയ്ക്കാനും ഭൂകമ്പത്തിനുള്ള സാധ്യതയെ നന്നായി നേരിടാനും കേരളത്തിന് കഴിയും. പ്രതിരോധ ശേഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ഭാവിയിൽ അത്തരമൊരു ദുരന്തം ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ സംസ്ഥാനം മികച്ച രീതിയിൽ സജ്ജമാണെന്ന് ഉറപ്പാക്കാൻ കഴിയും. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.